തൃശൂരിൽ ഇത്തവണ പൊട്ടിപ്പാറുന്ന പോരാട്ടമായിരിക്കും തൃശൂർ കോർപ്പറേഷനിൽ നടക്കുക. കോൺഗ്രസിനും ബി.ജെ.പിക്കും നിർണായകമാണ്. 2 തവണ കൈവിട്ട കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും തമ്മിലടിയുമാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കോർപ്പറേഷനിലും ഉണ്ടാക്കാനാകുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. വോട്ട് ഭിന്നിപ്പ് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് എൽ.ഡി.എഫ്. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാവളപ്പിൽ. ഇത്തവണ തിരുവനന്തപുരമോ കോഴിക്കോടോ അല്ല, തൃശൂരായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രം എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ ജെയ്സൺ? കാരണം 3 മുന്നണികളും ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വാർഡുകളായിരിക്കില്ലേ ഇക്കുറി നമ്മൾ കാണുക? ഗുഡ് മോർണിംഗ് സുജയ പറഞ്ഞതിൽ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ല. അത് തന്നെയാണ് സത്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നോ തൃശൂർ, അത് തന്നെയാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. തൃശൂർ കോർപ്പറേഷനാണ് ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനും ബി.ജെ.പിക്കും നിർണായകം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത് സത്യത്തിൽ തൃശൂർ. പണ്ട് മുനിസിപ്പാലിറ്റിയും പിന്നീട് കോർപ്പറേഷനുമൊക്കെയായ ഈ സംവിധാനം. പക്ഷേ പിന്നീട് ഇവർ തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കും സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ചേർന്ന് അതങ്ങ് കൈവിട്ടു പോയി. കഴിഞ്ഞ തവണ ഒരു ഭൂരിപക്ഷവുമില്ലാതെ വളരെ വിദഗ്ധമായി CPM ഈ കോർപ്പറേഷൻ നിലനിർത്തിയതാണ് അവരുടെ വിജയം. അത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നത് ബി.ജെ.പിയുടെ വളർച്ചയാണ്. ബി.ജെ.പി വലിയ തോതിൽ ഈ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലേക്കും വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ആ വോട്ട് ഭിന്നിക്കുമ്പോൾ LDFന് അനുകൂലമാകുന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വീണ്ടും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നു. അതേസമയം അഭിമാന പോരാട്ടമായി മാറുന്നത് സത്യത്തിൽ ബി.ജെ.പിക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ നേട്ടം എന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു പോരാട്ടം. ആ നേട്ടമുണ്ടാക്കിയതിന്റെ കേന്ദ്രബിന്ദു തൃശ്ശൂരാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പ്രധാനം. അവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ മാത്രം വിജയമായി മാറും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എന്നതാണ് ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മിനിമം 15 സീറ്റിന് മുകളിൽ ബി.ജെ.പിക്ക് ലഭിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലേക്ക് വിഷയങ്ങളിലേക്ക് പോകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ സാധ്യതകളെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയായി മാറും. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ തൃശ്ശൂരിലാണുള്ളത്. ഈ കഴിഞ്ഞ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയ ബി.ജെ.പി, ഗുരുവായൂർ ഒഴികെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിയ ബി.ജെ.പിയുടെ അടിത്തറ എന്ന് പറയുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലമാണ്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണമാണ് അവരുടെ ലക്ഷ്യം. MT രമേശ് ചുമതല കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി സജീവമായി കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ അവർ അവകാശപ്പെടുന്ന 15,000-ഓളം വോട്ടുകൾ ചേർത്തു എന്നാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പി കഴിയുമെന്ന്